ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തത് കാർബൺ ഡേറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്തത്. പരിണാമവാദത്തിൻ്റെ പൊള്ളത്തരങ്ങളെ കാണിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ആ വീഡിയോ ഞാൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ താഴെ ചില കമൻറ്റുകൾ വന്നു. അവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ കാർബൺ ഡേറ്റിംഗ് വെച്ചിട്ട് നമുക്ക് 50,000-60,000 വർഷത്തെ കാലപ്പഴക്കേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിർണ്ണയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് തെറ്റു പറഞ്ഞു എന്നുള്ള നിലയിലാണ് അവർ അവിടെ സംസാരിച്ചത്. യഥാർത്ഥത്തിൽ അതെനിക്കും അറിയാം. ഞാൻ അതിനുശേഷമുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. 5730 വർഷമാണ് എന്ത് കാർബൺ 40ൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് 50,000-60,000 താഴെ വരുന്നതായിരിക്കുന്ന ജീവജാലങ്ങളുടെ കാലപ്പഴക്കം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞതായിരിക്കുന്ന ബോൺസ്, അതുപോലെ തന്നെ മറ്റ് വുഡ്, അതിൻ്റെയൊക്കെ കാലപ്പഴക്കം നിർണ്ണയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിലൂടെ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. ഈ കാർബൺ ഡേറ്റിംഗ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ റേഡിയോമെട്രിക് ഡേറ്റിങ്ങിൻ്റെ കാലപ്പഴക്കത്തെ നമുക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് കാര്യം. അതിലെ കാർബൺ 14 എന്ന് പറയുന്നതായിരിക്കുന്ന മൂലകത്തിൻ്റെ പ്രത്യേകത വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ റേഡിയോമെട്രിക് ഡേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോസിലുകളുടെ, പാറകളുടെ തുടങ്ങിയവയുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കുന്ന ഒരു ഡേറ്റിംഗ് ടെക്നിക്കാണ് ഈ റേഡിയോമെട്രിക് ഡേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പൊട്ടാസ്യം 40 ടു ആർഗൺ 40 എന്ന് പറയും. അതുപോലെ തന്നെ യുറേനിയം 238 ടു ലെഡ് 206 എന്ന് പറയും. അപ്പോൾ ഇത് റേഡിയോമെട്രിക് ഡേറ്റിംഗ് ആണ്. ഈ ഡേറ്റിംഗ് ഉപയോഗിച്ചിട്ടാണ് ഫോസിലുകളുടെയും ഈവൻ നമ്മുടെ ഭൂമിയുടെ പോലും കാലപ്പഴക്കം നിർണ്ണയിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് കാർബൺ ഡേറ്റിംഗ് ഈ പറയുന്നതായിരിക്കുന്ന റേഡിയോമെട്രിക് ഡേറ്റിങ്ങിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ കണ്ടെടുത്തതായിരിക്കുന്ന ഈ മില്യൺസ് ഓഫ് ഇയേഴ്സ് പഴക്കമുണ്ട് എന്ന് പറയുന്നതായിരിക്കുന്ന ഫോസിലുകളിൽ നിന്നും കാർബൺ 14 എന്ന് പറയുന്നതായ മെഷറബിൾ എമൗണ്ടിലുള്ളതായിരിക്കുന്ന കാർബൺ 14 കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ കാർബൺ 14 ഈ പറഞ്ഞതായിരിക്കുന്ന ജീവികളുടെ ഫോസിലുകളിൽ നിന്നും അല്ലെങ്കിൽ സസ്യങ്ങളുടെ ഫോസിലുകളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതായിരിക്കുന്ന സസ്യങ്ങൾക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞതായിരിക്കുന്ന ജീവജാലങ്ങൾക്കോ 50,000-60,000 വർഷത്തിൽ താഴെ പഴക്കമേ ഉള്ളൂ. ഈ പറഞ്ഞതായിരിക്കുന്ന നാച്ചുറലിസ്റ്റുകൾ അല്ലെങ്കിൽ പറഞ്ഞതായിരിക്കുന്ന പരിണാമവാദികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കുഴപ്പിക്കുന്നതായിരിക്കുന്ന ഒരു പ്രശ്നമാണ്. കാരണം അവർ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വലിയ കാലഗണന നടത്തിയിട്ടുണ്ട്. ഏതുമായി ബന്ധപ്പെട്ടിട്ട് ഈ പറഞ്ഞതായിരിക്കുന്ന പുരാതന ജീവികളുമായി ബന്ധപ്പെട്ടിട്ട്, സസ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അവരൊരു കാലഗണന നിർണ്ണയിച്ചിട്ടുണ്ട്. അവരുടെ പരിണാമ കഥയിൽ ഉൾപ്പെട്ടതായിരിക്കുന്ന കുറേ വർഷങ്ങളുണ്ട്. അതായത് ദിനോസറുകൾ എന്ന് പറയുന്നതായിരിക്കുന്ന ജീവിവർഗം 66 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നതായിരിക്കുന്ന ജീവിവർഗമാണ് ദിനോസറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദിനോസറുകളുടെ ഫോസിലുകൾ പലയിടത്തും കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഫോസിലുകളിൽ കാർബൺ 14 ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാർബൺ 14 ഇതിൻ്റെ അകത്ത് എങ്ങനെ വരും? ഇവയ്ക്ക് ഈ പറയുന്നതായിരിക്കുന്ന 66 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഇവ വംശനാശം സംഭവിച്ചു പോയ ജീവിവർഗമാണെന്നുണ്ടെങ്കിൽ ഇവയിൽ എങ്ങനെയാണ് കാർബൺ 14ൻ്റെ അളവ് ശേഷിക്കുക? മെഷർ ചെയ്യാവുന്ന നിലയിൽ കാർബൺ 14 എന്ത് ചെയ്യും? ഡീക്കേ ചെയ്ത് ഈ പറഞ്ഞതായ 1,00,000 വർഷത്തിൽ താഴെ എന്ത് ചെയ്യും? അത് ഡീക്കേ ചെയ്ത് അതിൻ്റെ പൊടി പോലും ഉണ്ടായാലും പിന്നെ കണ്ടുപിടിക്കാനായിട്ട്. അപ്പം പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ അകത്തുനിന്ന് ഈ കാർബൺ 14നെ കണ്ടെത്തിയത്? അതിൻ്റെ അർത്ഥം എന്താ? ഈ റേഡിയോമെട്രിക് ഡേറ്റിംഗ് എന്ത് ചെയ്തു? തെറ്റിപ്പോയി എന്നുള്ളതാണ്. ഒന്നെങ്കിൽ പൊട്ടാസ്യം ആർഗൺ ആയിരിക്കും, അല്ലെങ്കിൽ യുറേനിയം ലെഡ് ആയിരിക്കും. ഡേറ്റിങ്ങും കാർബൺ ഡേറ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സത്യമാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ജീവികൾക്ക് ഈ മില്യൺസ് ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് പരിണാമ കഥയിലെ ഒരു ഭാഗം മാത്രമാണ്. അല്ലാതെ ഇതിന് യാഥാർത്ഥ്യവുമായിട്ടൊരു ബന്ധവുമില്ലെന്ന് പറയേണ്ടതായിട്ട് വരും.